ഇതൊരു യാത്രയുടെ കഥയാണ്. തിരുവനന്തപുരം മുതൽ കഴിഞ്ഞ നീറ്റ് ജെ എക്സാമിലെ ടോപ്പേഴ്സിനെയും കൊണ്ട് സൈലം നടത്തുന്ന ഒരു കേരള യാത്രയുടെ കൂടെ ഞാനും കൂടുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കുട്ടികൾ ഇൻസ്പിറേഷനും റോൾ മോഡലും ഒക്കെ ആവുന്ന സ്റ്റുഡൻസിനെ കൂടെ കാണാനും അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുമാണ്. അവരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ സ്വപ്രയത്നം കൊണ്ട് മറുപടി കണ്ടെത്തിയവരെ അവർക്ക് കേൾക്കാനും സംസാരിക്കാനും ഒരുക്കിയ അവസരത്തിന്റെ പേരിലാണ് ഈ യാത്ര ഓർമ്മിക്കപ്പെടുക. ഒപ്പം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പഠനകാലത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ് ഇവരുടെ ഈ യാത്ര. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് നമ്മുടെ കേരള യാത്ര ആരംഭിക്കുന്നത്. കുട്ടികളൊക്കെ രാവിലെ തന്നെ വലിയ ആവേശത്തിലായിരുന്നു. അവർ അവരുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടൊപ്പം ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്നറിയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാത്തിരിപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് മന്ത്രി GR അനിൽ എത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് അദ്ദേഹം ലഡു നൽകി അവരുടെ വിജയം ആഘോഷിച്ച് അവരോട് സംസാരിച്ചു. നിങ്ങൾ ഇന്ന് കാണുന്ന നിലയിലെത്താൻ കേരളം വീട്, നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം വഹിച്ച പങ്ക് നമ്മൾ അപ്പോൾ ഓർത്തുകൊണ്ടായിരിക്കണം എപ്പോഴും മുന്നോട്ട്. ആ നാട് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാവി സേവനമാണ്. അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടി ഫ്ലാഗ് ഓഫ്. അതും കഴിഞ്ഞ് യാത്ര ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കനകക്കുന്ന് കൊട്ടാരം. നല്ല അടിപൊളി ആംബിയൻസിലുള്ള ഒരു കിഡിലൻ പാലസ് ആണ് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരം. മുൻപ് രാജാവിന്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് ഫേമസ് ഇവന്റ്സ് നടക്കാറുണ്ട്. നമ്മുടെ ടോപ്പേഴ്സ് പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, സെൽഫി എടുക്കുന്നു, അങ്ങനെ പല പരിപാടികളിലാണ്. ശ്രുതി മാം കുറച്ച് നേരമായിട്ട് എന്തോ പറയണമെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. മാമിനോട് ചോദിക്കാം അടുത്തത് എന്താണ് പരിപാടിയെന്ന്. സൈലം കേരള യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കനകക്കുന്ന് കൊട്ടാരത്തിനടുത്തുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. അവിടെ നമ്മുടെ സൈലമിയൻസ് ഇരിക്കുന്നുണ്ട്. ആരെ കാത്ത്? അവരുടെ സീനിയേഴ്സിനെ, നമ്മുടെ ഈ വർഷത്തെ ടോപ്പേഴ്സിനെ കാത്ത്. ഇവിടുത്തെ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കുകയാണ്. ഇനി ഇതിന് ശേഷം നിശാഗന്ധി ഓഡിറ്റോറിയം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സക്സസ് സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. ഇവിടെ കുട്ടികൾ എല്ലാവരും നമ്മുടെ ടോപ്പേഴ്സിനെയും LK സാറിനെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. എക്സാമിനേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായ നീറ്റ് എക്സാമിനേഷൻ എഴുതി MBBS വാങ്ങിയ ആളുകളാണ്. ട്രിവാൻഡ്രത്തെ സക്സസ് സെലിബ്രേഷന് ശേഷം നമ്മുടെ കേരള യാത്ര ടോപ്പേഴ്സിനെയും കൊണ്ട് കൊല്ലത്ത് എത്തി നിൽക്കുകയാണ്. സോ ട്രിവാൻഡ്രത്ത് നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടും പേരൻസ് ആയിട്ടും ഒക്കെ നമ്മുടെ ടോപ്പേഴ്സ് ഇന്ററാക്ട് ചെയ്തു. ഇനി കൊല്ലത്തെ നമ്മുടെ ഹൈബ്രിഡ് സ്റ്റുഡൻസും ട്യൂഷൻ സ്റ്റുഡൻസും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റഡ് സ്റ്റുഡൻസും എങ്ങനെയാണ് നമ്മുടെ ടോപ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട അവാർഡ്സ് എല്ലാം നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്നതാണ്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. കൊല്ലത്ത് ഞങ്ങളെ കാത്ത് കുട്ടികൾ മാത്രമല്ല അവരുടെ പാരൻസും ഉണ്ടായിരുന്നു. വളരെ എനർജറ്റിക് ആയ ഒരു വെൽക്കമിംഗ് ആണ് കൊല്ലത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. ടോപ്പേഴ്സ് സംസാരിച്ചത് നമ്മുടെ കുട്ടികൾ വളരെ ശ്രദ്ധയോടെയാണ് കേട്ടത്. ശേഷം LK സാറും കുട്ടികളോട് സംസാരിച്ചു. അതിനുശേഷം ഒരു അടിപൊളി DJ പാർട്ടിയോടെയാണ് കൊല്ലത്തെ ഇവന്റ് അവസാനിച്ചത്. അങ്ങനെ സംഭവബഹുലമായ ഒന്നാം ദിവസത്തിന് ശേഷം ഞങ്ങളുടെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് ആലപ്പുഴയിലെ സക്സസ് സെലിബ്രേഷനിലാണ്.
നമ്മുടെ ടോപ്പേഴ്സും അവരുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും ഒക്കെ സ്റ്റേജിലുണ്ട്. NSM ശ്രുതി മാമും അവരോടൊപ്പം സ്റ്റേജിലുണ്ട്. ഹെമന്ത് സാറും ആതിരാമസും അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാനുള്ളത് കൊണ്ട് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കാരവനിലേക്ക് കയറി. ചെറിയ പാട്ടും ആഘോഷമൊക്കെ ആയിട്ട് ആകെ ഒരു സെലിബ്രേഷൻ മൂഡാണ് കാരവനിൽ. ഇടയ്ക്ക് കുട്ടികൾ അവരുടെ പ്രിപ്പറേഷൻസിനെ ഒക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് യാത്ര തുടർന്നത്. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം ക്യാമ്പസിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ട്രിപ്പിലൂടെ നമുക്ക് ആക്ച്വലി എല്ലാ ക്യാമ്പസും കാണാൻ പറ്റി. എല്ലായിടത്തും നിന്ന് വരുന്ന ടോപ്പേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ടൈം ശൈലത്തിനോട് മീറ്റിന്റെ റിസൾട്ട് വന്ന സമയമൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല, കിട്ടി, അങ്ങനെ മാത്രമായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ അങ്ങ് വന്നപ്പം ശൈല എല്ലാവരും കൂടിയും നമ്മളെ ഫുൾ സപ്പോർട്ടാണ്. ജയിച്ച് എന്നുള്ളത് മൊത്തത്തിൽ അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പുറത്തുനിന്ന് ബുക്ക് വല്ല ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും നോക്കുന്നല്ലാണ്ട് ബാക്കി മൊത്തം ഞാൻ DPP നോക്കിയിട്ടുള്ളൂ. ഒരു 10 മെറ്റീരിയൽ റെഫർ ചെയ്യുന്നതിനേക്കാളും നല്ല എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ 10 വട്ടം ചെയ്യുക. അതാണ് ഏറ്റവും നല്ല കാര്യം. ഞാനിപ്പോൾ ഫോളോ ചെയ്ത് DPP ഫോളോ ചെയ്ത് ആദ്യം DPP ഫുൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 5 തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വർഷം എന്താണോ മെറ്റീരിയൽ അത് ഫോളോ ചെയ്യുക. സൈലത്തിന്റെ മെറ്റീരിയൽ തന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. മുമ്പ് ഓരോ ഓഡിയൻസ് ആയിട്ട് നമ്മൾ ഇരുന്നപ്പം പാടെ കയറി ഓരോ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റിയല്ലോ എന്ന്. അടുത്ത വർഷം ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോകണ പോലെ നിങ്ങൾ ഇതുപോലെ ഇരുന്ന് പറയണം, ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത ബാച്ചിന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇപ്പം ഇമാജിൻ ചെയ്തത് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നില്ല വേറൊരു സെന്റേഴ്സും ഇപ്പം കേരളത്തിൽ തന്നെ എത്രയോ സെന്റേഴ്സ് ഉണ്ട്, ആരും ഇതേപോലെയൊന്നും ആരും കൊണ്ടുപോയിട്ടുണ്ടാകില്ല. മീൻസ് അടിച്ച് പൊളിച്ച് വൈബ് ടീച്ചേഴ്സിന്റെ NSN കാണിക്കാം. വളരെ എന്റർടൈനിങ് ആയ ഒരു യാത്ര ചെന്ന് അവസാനിച്ചത് ഇതുവരെ നടന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നിയ ഒരിടത്തേക്കാണ്, കോട്ടയത്തേക്ക്. വലിയ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്കാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയത്. ടോപ്പേഴ്സിനെയും അവരുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനെയും കണ്ട ആവേശത്തിലായിരുന്നു കുട്ടികൾ. അവരെക്കാൾ ആവേശത്തിലായിരുന്നു ഞങ്ങളും. ഹലോ എവരിവൺ, നമ്മുടെ സൈലം ഫ്യൂച്ചർ കാരവന്റെ കേരള യാത്ര ഇന്ന് 2ാം ദിവസമാണ്. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് തുടങ്ങി, കൊല്ലം കഴിഞ്ഞു, ഇന്ന് രാവിലെ ആലപ്പുഴ, ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് ഗിരിദീപം ക്യാമ്പസിലാണുള്ളത്. നമ്മുടെ ടോപ്പേഴ്സിന് ഏറ്റവും എനർജറ്റിക് ആൻഡ് വാം വെൽക്കം കിട്ടിയ ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഗിരിദീപം ക്യാമ്പസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ടോപ്പേഴ്സിനെ ഗ്രീറ്റ് ചെയ്യാനും ടോപ്പേഴ്സിന് അവരവരുടെ അനുഭവങ്ങൾ കുട്ടികളോട് പങ്കുവെക്കാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ക്യാമ്പസ് എന്ന് പറയുന്നത്. അക്ഷരനഗരിയായ കോട്ടയത്ത് വന്നിട്ട് വെറുതെ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ. ആരും പ്രതീക്ഷിക്കാതെ വണ്ടി തിരിഞ്ഞത് കോട്ടയത്തെ DC ബുക്സിന്റെ മുറ്റത്തേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്തെ DC ബുക്സിലാണ്. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് ഈ ഒരു അക്ഷര ലോകം എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ DC ബുക്സ് അവർക്ക് നൽകുന്ന സ്നേഹോപകാരം സ്വീകരിക്കാനും കുറച്ച് സമയം ഇവിടെ റിലാക്സ് ചെയ്ത് ഈ ഒരു എൻവറോൺമെന്റ് ഒന്ന് അനുഭവിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കിഡിലൻ സക്സസ് സെലിബ്രേഷന് ശേഷം ആഘോഷങ്ങൾ അവസാനിപ്പിക്കാതെ ടോപ്പേഴ്സിന് വേണ്ടി ഒരു DJ പാർട്ടി കൂടി ഒരുക്കിയിരുന്നു. എല്ലാവരും എനർജറ്റിക് ആയി ഡാൻസ് ഒക്കെ കളിച്ചാണ് ആ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഇന്നാണ് ഞങ്ങളുടെ യാത്രയുടെ ലാസ്റ്റ്. ഇന്ന് ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് റൂട്ട് ഒന്ന് മാറ്റി പിടിക്കാനുള്ള പരിപാടിയിലാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും ഒരു ബോട്ട് യാത്ര. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം. നമ്മൾ
ഫുൾ വൈബ് മോഡാണ്. സെലിബ്രേറ്റിംഗ് their success. നമ്മൾ ഫുൾ ആഘോഷത്തിലാണ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ്? ഇനി നമ്മളതൊരു സർപ്രൈസ് ആണ്. We are going for something big. Something big is coming, guys. ആരാരോ പാടുവതാരോ ഈ ഹാരാദ്രരാഗം അറിയാമോ പിറകളെ ഇന്നിനിയൻ ജീവിതം. ഇന്ന് നമ്മുടെ ഫ്യൂച്ചർ കാരവൻ ഡേ 3 ആണ്. അപ്പൊ രാവിലെ തന്നെ സെലിബ്രേഷൻ ആയിരിക്കും എന്നല്ലേ വിചാരിച്ചത്? അല്ല, നിങ്ങൾക്ക് തെറ്റി. നമ്മളിപ്പോൾ ഇത് മറൈൻ ഡ്രൈവിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ബോട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും ഫുൾ ചിൽ മോഡോടാണ്. ഇവിടെയും കൂടി ഒരു അടിപൊളി ബോട്ട് റൈഡിനൊക്കെ പോയിട്ട് സെറ്റ് ആക്കാം. അങ്ങനെ ബോട്ടിൽ കയറി ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കപ്പൽ മുതലാളി ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ എല്ലാവരും കാഴ്ചകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത്. യെസ്, ഡോൾഫിൻ. വളരെ റെയർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കാണാൻ സാധിച്ചത്. ബോട്ടിൽ താഴെ DJ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുട്ടികൾ പ്രിഫർ ചെയ്തത് മുകളിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിരുന്നു. പോകുന്ന വഴി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും മാൻമെയ്ഡ് ഐലൻഡുമായിട്ടുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കാണാൻ സാധിച്ചു. ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയി ഞങ്ങൾ പോകുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ്. ബ്യൂട്ടിഫുൾ ആയ അറ്റ്മോസ്ഫിയർ ഉള്ള ഇവിടെ ഞങ്ങൾ വന്നതിനൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരാളുമായി നമ്മുടെ കുട്ടികൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. കുട്ടികൾ മാത്രമല്ല, ഞങ്ങളും അദ്ദേഹത്തെ കാണാൻ വെയിറ്റിംഗിലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. ഇവിടെ വെച്ച് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു കൊച്ചു ഇൻ്റർവ്യൂ മീറ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അവർ. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദാറ്റ്. ആളെ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ LK സാറും അവിടെ എത്തി. പുറകെ അദ്ദേഹവും. അതെ, SKN എന്ന ശ്രീകണ്ഠൻ നായർ സാറാണ് ഞങ്ങളെ കാണാൻ അവിടെ എത്തിയത്. കുറേ നേരം കുട്ടികളോട് അദ്ദേഹം സംസാരിച്ചു. ഞാനൊരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയിൽ എപ്പോഴും ഞാൻ പറയുന്നത് കൊച്ചിയിലെ വിമാനത്താവളവും മലബാർ റൂട്ടും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ മറ്റൊരു ബിസിനസ് മോഡലായി പലയിടത്തും അവതരിപ്പിക്കുന്ന സൈലത്തിൻ്റെ വിജയഗാഥയാണ്. കാരണം ഒരു 5 കൊല്ലം കൊണ്ട് ഇത്രയധികം വളർച്ച കേരളം പോലെ ഒരു നാട്ടിൽ ഉണ്ടാക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന് ഞാൻ കരുതുന്നു. കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ ഇത്തരമൊരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അതിന് ഈ 2-3 ചെറുപ്പക്കാർ നേതൃത്വം കൊടുത്ത് ഇവർ എത്തി നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ അഭിമാനത്തിൻ്റെ സ്ഥലമാണ് എന്ന് ഞാൻ കരുതുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. കരിയർ സംബന്ധമായും ലൈഫിലും എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞ് കുട്ടികളുമായി സംവദിച്ചു. യാത്ര അതിന്റെ അവസാനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി മുന്നിലുള്ളത് സക്സസ് സെലിബ്രേഷന്റെ കലാശക്കൊട്ടാണ്. എത്താൻ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും ആവേശം ഒട്ടും കുറയാതെ തൃശ്ശൂരിലെ സൈലം ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വലിയ കാര്യം അച്ചീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ലൈഫ് സെറ്റായി. അടുത്ത വർഷം നമുക്കൂടെ നിൽക്കണ്ടേ? വേണ്ടേ? ഞങ്ങളുടെ കൂടെ വരുമോ അടുത്ത വർഷം കാരവാനില്? സെറ്റാണ്. തൃശ്ശൂർ മൊത്തം ഉണ്ടാവും. നേരം വൈകിയെങ്കിലും വളരെ ആക്റ്റീവായി തന്നെ എല്ലാവരും ചേർന്ന് തൃശ്ശൂരിലെ പ്രോഗ്രാമും ഗംഭീരമാക്കി. അങ്ങനെ യാത്രയുടെ അവസാന ദിവസത്തിലെ അവസാന മണിക്കൂറുകളിലാണ് ഞങ്ങളുള്ളത്. പലരും ഉറക്കത്തിലും നീണ്ട യാത്രയുടെ ചെറിയ ക്ഷീണത്തിലുമൊക്കെയാണ്. എന്നാലും ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അനുഭവങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുവാനും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരിക്കൽ കൂടി ഒത്തുകൂടാൻ കഴിഞ്ഞതിൻ്റെയൊക്കെ സന്തോഷത്തിലുമാണ് അവർ. ഒപ്പം ഞങ്ങളും.